بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ബിദായത്തുൽ ഹിദായ ഭാഗം 3 അൽ ഖിസ്മുൽ അവ്വലു ഫി ത്വആത്തി ബിദായത്തുൽ ഹിദായയുടെ ഒന്നാം പാർട്ട് സൽക്കർമ്മങ്ങളെ കുറിച്ചാണ്. യഅലം അന്ന അവാമിറല്ലാഹി തആല ഫറായിദു വനവാഫിലു. നീ ഉറച്ചു മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ രണ്ട് വിധമുണ്ട്. ഒന്ന് കാർക്കശമുള്ള കൽപ്പനകൾ അഥവാ ഫർദുകൾ, മറ്റൊന്ന് ഐച്ഛിക കൽപ്പനകൾ അഥവാ സുന്നത്തുകൾ. ഫൽ ഫർദു റഅ്സുൽ മാലി, ഫർളായ കർമ്മങ്ങളാണ് സമ്പത്തിൻ്റെ അടിസ്ഥാനം, മൂലധനം. വഹുവ അസ്ലു തിജാറത്തി വബിഹി തഹ്സുലുൻ നജാത്ത്, കച്ചവടത്തിൻ്റെ മുരട് അത് ഫർദുകളാണ്, അതുകൊണ്ടാണ് രക്ഷപ്പെടാൻ സാധിക്കുക. വന്നഫ്ലു ഹുവർ റിബ്ഹു വബിഹിൽ ഫൗസ് ബിദ്ദറജാത്ത്, സുന്നത്തുകൾ ലാഭമാണ്, ആ സുന്നത്തുകളെ കൊണ്ടാണ് അത്യുന്നതമായ പദവികൾ പരലോകത്ത് കരഗതമാകുന്നത്. സൽക്കർമ്മങ്ങളെ ഒരു വ്യാപാരത്തോട് ഉപമിച്ചുകൊണ്ട് ഇമാം ഗസാലി സംസാരിക്കുകയാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു തആല പറയുന്നു, മാ തഖറബ ഇലയ്യൽ മുതഖർരിബൂന ബിമിസ്ലി അദാഇ മഫ്തറൽതു അലൈഹിം, എന്നിലേക്ക് സാമീപ്യപ്പെടുന്നവർ ഞാൻ അവർക്ക് നിർബന്ധമാക്കിയ കർമ്മങ്ങൾ പോലത്തെ മറ്റൊന്നുകൊണ്ടും എന്നോട് സാമീപ്യം പുലർത്തിയിട്ടില്ല. അഥവാ എൻ്റെ സാമീപ്യം പുലർത്തുന്നവർ എന്നോട് സാമീപ്യം പുലർത്താൻ ഏറ്റവും അവർക്ക് ഉപകാരപ്പെടുന്നത് ഞാൻ ഫർളാക്കിയ കർമ്മങ്ങളാണ് എന്നർത്ഥം. വലാ യസാലുൽ അബ്ദു യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഹത്താ ഉഹിബ്ബഹു, ആ സാമീപ്യത്തിൻ്റെ പരിണിത ഫലം ഞാൻ അവന് ഇഷ്ടപ്പെടലാണ്. ഫൈദാ അഹ്ബബ്തുഹു കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, ഞാൻ അവൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദീ യബ്സുറു ബിഹി, അവൻ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണ് ഞാനാകും. വലിസാനഹു അല്ലദീ യൻതിഖു ബിഹി, അവൻ സംസാരിക്കുന്ന നാവ് ഞാനാകും. വയദഹു അല്ലതീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ, അവൻ നടക്കുന്ന കാലും ഞാനാകും. ഹദീസിന്റെ വ്യാഖ്യാനം എന്താണെന്നതിൽ മഹാന്മാർ ഇമാമിങ്ങൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ടഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്താം. ഒന്ന്, ഇമാം ഇബ്നു ഹജർ റഹ്മഹുല്ലക്ക് പറഞ്ഞതുപോലെ, അള്ളാഹുവിൻ്റെ സാമീപ്യം ഒരു അടിമ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടതല്ലാതെ കാണൂല, കേൾക്കൂല, അള്ളാഹ് ഇഷ്ടപ്പെട്ടല്ലാതെ പ്രവർത്തിക്കൂല, ചെയ്യൂല, ഇതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരർത്ഥം ഇമാം റാസി റഹ്മഹുല്ല രേഖപ്പെടുത്തിയതുപോലെ, സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് കാണാനും കേൾക്കാനും ഒന്നും സാധിക്കാത്ത അത്ഭുതകരമായ പല കാര്യങ്ങളും കേൾക്കാനും കാണാനും അവനെ കൊണ്ട് സാധിക്കും. ഈ രണ്ട് വ്യാഖ്യാനവും ഈ ഹദീസിന് വെച്ചു കൊടുക്കാം. അള്ളാഹുവിൻ്റെ സാമീപ്യം സുന്നത്തായ കർമ്മങ്ങൾ മുഖേന ഒരടിമ നേടിയെടുത്താൽ അള്ളാഹ് പൊരുത്തപ്പെടുന്നതല്ലാതെ അവൻ ചെയ്യൂല. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അസാധാരണമായ പല അത്ഭുതങ്ങളും അള്ളാഹു അവനിലൂടെ വെളിപ്പെടുത്തും. അപ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യം പുലർത്താനുള്ള പ്രധാനപ്പെട്ട ഉപാധികളിൽ ഒന്നാണ് സുന്നത്തായ കർമ്മങ്ങൾ. വലൻ തസില അയ്യുഹ ത്വാലിബു ഇലൽ ഖിയാമി ബി അവാമിരില്ലാഹി തആല ഇല്ലാ ബി മുറാഖബത്തി ഖൽബിക വ ജവാരിഹിക ഫീ ലഹളാതിക വ അൻഫാസിക. ഓ ജ്ഞാനിയായ മനുഷ്യ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിർവഹിക്കാൻ ഒരിക്കലും നിന്നെ കൊണ്ട് സാധ്യമല്ല. സദാസമയവും നിന്റെ മനസ്സിനെയും നിന്റെ അവയവങ്ങളെയും നിന്റെ എല്ലാ ശ്വസനങ്ങളിലും ഉച്ഛ്വസനങ്ങളിലും അള്ളാഹ് എന്ന ചിന്തയിൽ പരിമിതപ്പെടുത്തിയാലല്ലാതെ ഒരിക്കലും അള്ളാഹിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുക സാധ്യമല്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കണമോ? രണ്ട് തരം കൽപ്പനകളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ കൽപ്പനകൾ ഏത് തന്നെയാണെങ്കിലും അവകൾ നിർവഹിക്കേണ്ട രൂപത്തിൽ ഒരാൾക്ക് നിർവഹിക്കണമെങ്കിൽ സദാസമയവും അവൻ്റെ ഹൃദയത്തെയും അവൻ്റെ ശാരീരിക അവയവങ്ങളെയും അവൻ്റെ ശ്വസന ഉച്ഛ്വസനങ്ങളിൽ അഥവാ സദാസമയത്തും അള്ളാഹ് എന്ന ഒരു ചിന്തയിൽ അവൻ കൊണ്ടുപോയി പരിമിതപ്പെടുത്തണം. എപ്പോഴാണ് അള്ളാഹ് എന്ന ഒരു ചിന്ത മാറുന്നത്, ആ മാറുന്നതോടുകൂടെ അള്ളാഹിൻ്റെ കൽപ്പനകളിൽ നിന്ന് കൊതറി മാറി പൈശാചിക കൽപ്പനകളിലേക്ക് വഴുതിപ്പോകും എന്നർത്ഥം. ആ മുറാഖബത്ത്, അള്ളാഹുവിനെ നിരീക്ഷിക്കൽ, അതാണല്ലോ മുറാഖബയുടെ മേന. അതെപ്പോൾ തുടങ്ങണം? മിൻ ഹീനി തുസ്ബിഹു ഇലാ ഹീനി തുംസി, നേരം പുലർന്നത് മുതൽ വൈകുന്നേരം വരെ അത് തുടരണം. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും
വൈകുന്നേരം മുതൽ രാവിലെ വരെയും അഥവാ സദാസമയങ്ങളിലും അല്ലാ എന്ന ഒരു ചിന്തയിൽ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത ഒരു മനുഷ്യനല്ലാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ കഴിയില്ല എന്നർത്ഥം. അതിൽ സംശയങ്ങൾക്കൊന്നും ഇടയില്ല. അങ്ങനെ തന്നെയാണ്. ഫഅലം, നീ ഉറപ്പിച്ച് മനസ്സിലാക്കണം, അന്നല്ലാഹ തആല മുത്തലിഉൻ അലാ ളമീരിക, നിന്റെ മനസ്സിന്റെ മേൽ അല്ലാഹു തആല വെളിവട്ടറിയുന്നവനാണ്. നിന്റെ മനസ്സിന്റെ രഹസ്യങ്ങൾ അള്ളാഹുവിന് നന്നായി അറിയാം. വമുശ്രിഫുൻ അലാ ളാഹിരിക വബാത്തിനിക, നിന്റെ പ്രത്യക്ഷത്തിന്റെ മേലിലും നിന്റെ ആന്തരികതയുടെ മേലിലും അള്ളാഹു എപ്പോഴും എത്തി നോക്കുന്നവനാണ്. നീ മറച്ചു വെച്ചാലും മറച്ചു വെക്കാതിരുന്നാലും അള്ളാഹു അറിയും എന്നർത്ഥം. വമുഹീത്തും ബിജമീഇ ലഹളാതിക വഖതറാതിക, നിന്റെ മനസ്സിൽ ഉദിച്ചു വരുന്ന എന്തെല്ലാം ചിന്തകളുണ്ടോ അവകളെല്ലാം, നിന്റെ ഏതെല്ലാം മാനസിക വിചാരങ്ങളുണ്ടോ അവകളെല്ലാം കൃത്യമായി അള്ളാഹുവിനറിയാം. വഖതവാതിക, നിന്റെ ഓരോ കാൽച്ചവിട്ടുകളും അള്ളാഹുവിനറിയാം. വസായിരി സകനാതിക വഹറകാതിക, നിന്റെ മുഴുവൻ ചലനങ്ങളും നിശ്ചലനങ്ങളും അള്ളാഹു സമ്പൂർണമായും അറിയുന്നവനാണ്. അള്ളാഹിന്റെ ജ്ഞാനത്തിൽ പെടാത്തതൊന്നും നിന്റെ മനസാന്തരത്തിൽ ഉളപ്പിച്ചു വെക്കാനോ പുറത്തെടുക്കാനോ നിന്നെ കൊണ്ട് കഴിയില്ല. ഇതിൽ കൂടുതലൊന്നും ഇനി പറയേണ്ടതില്ലല്ലോ. നോക്കൂ, ഒസാലിമാം തുടരുകയാണ്. വഅന്നക ഫീ മുഖാലതതിക വഖൽവാതിക മുതറദ്ദിദുൻ ബൈന യദൈഹി, ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ ജനങ്ങളുമായി കൂടിക്കലരുകയാണെങ്കിലും ഏകാന്തവാസം അനുഭവിക്കുന്നവനാണെങ്കിലും നീ സദാസമയവും നിന്റെ പോക്കും വരവുമെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിലൂടെ തന്നെയാണ്. നീ ഏകാന്തനാകുന്നത് സൃഷ്ടികളിൽ നിന്ന് മാത്രമാണെന്നർത്ഥം. ഒരിക്കലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ഏകനാകാൻ നിന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫലാ യസ്കുനു ഫിൽ മുൽക്കി വൽ മലകൂതി സാക്കിനുൻ, ആകാശത്തും ഭൂമിയിലും, മുൽക്ക് മലക്കൂത്ത് കൊണ്ട് ഉദ്ദേശം ആകാശങ്ങളും ഭൂമികളും എന്നാണെന്ന് ശാരീഹികളെ രേഖപ്പെടുത്തിയത് കാണാം. അതിൻ്റെ പദാനുപാത പരിഭാഷയിലേക്ക് ഞാൻ കടക്കുന്നില്ല, നേരത്തെ അത് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ഭൂമിയിലോ ആകാശത്തോ ഒരിക്കലും തന്നെ ശാന്തമായിരിക്കുന്ന ഒരു വസ്തുവിന് ശാന്തമാകാൻ കഴിയില്ല. വലാ യതഹറകു മുതഹർരികുൻ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനും ചലിക്കാനും കഴിയില്ല. ഇല്ലാ വജബ്ബാറുസ് സമാവാതി വൽ അർളി മുത്തലിഉൻ അലൈഹി, ആകാശഭൂമികളുടെ പരമാധികാരിയായ അള്ളാഹു ആ മനുഷ്യനെ സദാസമയവും നോക്കിക്കാണുന്ന ഒരു ഘട്ടത്തിലല്ലാതെ മനുഷ്യന് ചലനമോ നിശ്ചലനമോ ഒന്നുമേ സാധ്യമല്ല. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകൾ പതികെ ചെയ്യുന്നതും മനസാന്തരങ്ങളിൽ ഉളപ്പിച്ചു വെക്കുന്നതും എല്ലാം അള്ളാഹുവിനറിയാം. വയഅലമു സിർറ വഅഖ്ഫ, അതീവ രഹസ്യമായതും അതീവ നിഗൂഢമായതും എല്ലാം അള്ളാഹുവിനറിയാം. അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിലും അവൻ്റെ ജ്ഞാനത്തിലും പെടാതെ ഒരിക്കലും കൊതറി മാറുക എന്നത് ഒരടിമയെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്ന ഒന്നല്ലേ അല്ല. ഈ ഒരു ബോധ്യത്തിനാണ് മുറാഖബ എന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്നത്. എൻ്റെ റബ്ബ് സദാസമയവും എന്നെ കാണുന്നുണ്ട് എന്നൊരു വിചാരം മനസ്സിലുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇഹ്സാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങൾ കൊടുത്ത മറുപടി അൻത അബ്ദുല്ലാഹ കഅന്നക തറാഹുന, അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കുക. അള്ളാഹു ഇന്നക ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കാഴ്ചയിൽ നിന്ന് മാറാൻ ഒരിക്കലും ഒരു മനുഷ്യന് സാധ്യമല്ല, ഒരു ജീവിക്കും സാധ്യമല്ല. നമ്മൾ എത്ര രഹസ്യമാക്കി വെച്ചാലും അള്ളാഹ് അറിയാത്ത ഒരു സംഗതി ഒരടിമയിൽ നിന്ന് ഉണ്ടാവുകയേ ഇല്ല. ഈ ചിന്തയാണ് യഥാർത്ഥത്തിൽ മുറാഖബ എന്ന് പറയുന്നത്. ഈ ബോധ്യമുള്ള മനുഷ്യനെ അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ തൻ്റെ ചിന്തയെയും പ്രവൃത്തിയെയും പരിമിതപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എൻ്റെ റബ്ബനോട് കൽപ്പിച്ച നിർബന്ധവും ഐച്ഛികവുമായ കാര്യങ്ങൾ അനുഷ്ഠിക്കണമെന്ന് തോന്നണമോ, ഈ മുറാഖബ നിർബന്ധമായും മനസ്സിൽ തോന്നിയിരിക്കണം എന്ന് സാരം. അതുകൊണ്ട് ഫതഅദ്ദബ് അയ്യുഹൽ മിസ്കീൻ, ഓ പാവപ്പെട്ട മനുഷ്യ, നീ നല്ല ചിട്ടയുള്ളവനാകണം. എന്ത് ചിട്ടയാണ് നിനക്ക് വേണ്ടത്? ലാഹിറൻ വബാത്തിനൻ ബൈന യദയില്ലാഹി തആല, അള്ളാഹുവിൻ്റെ തിരുമുമ്പിൽ നിന്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നീ നല്ല അദബുള്ളവനാകണം, മര്യാദയുള്ളവനാകണം, ഒത്ത ചിട്ടയുള്ളവനാകണം. ഇതുപോലെ തഅദ്ദുബൽ അബ്ദി ദലീലിൽ മുദ്നിബി ഫി ഹളറത്തിൽ മലിക്കിൽ ജബ്ബാരിൽ ഖഹാർ, പരമാധികാരിയായ ഏകാധിപതിയായ ഒരു രാജാവിൻ്റെ മുമ്പിൽ പാപിയായ നിന്ദ്യനായ ഒരു അടിമയെ കൊണ്ടുവന്നു വെച്ചാൽ അവൻ എത്ര വിനയമുണ്ടാകും, എത്ര അദബുണ്ടാകും. അതുപോലെ അർഹമുറാഹിമായ റബ്ബിന്റെ മുമ്പിലും നീ എപ്പോഴും വിനയാന്വിതനാകണം. വജ്തഹിദ്, നീ കഠിനാധ്വാനം ചെയ്യണം. അല്ലാ യറാക മൗലാക ഹൈസു നഹാക്, നിന്റെ രക്ഷിതാവാകുന്ന അള്ളാഹു നിന്നെ കാണാതിരിക്കാൻ. ഹൈസു നഹാക, അള്ളാഹു നിന്നെ തടഞ്ഞെടുത്ത്. ഈ വാക്കിന്റെ മാന മനസ്സിലായോ? അള്ളാഹു നമ്മെ തടഞ്ഞെടുത്തൊന്നും നമ്മളെ അള്ളാഹ് കാണാതിരിക്കാൻ കഠിനാധ്വാനം ചെയ്യണം.
മുകളിൽ ഇമാം ഗസാലി റഹ്മഹുല്ല പറഞ്ഞില്ലേ, അള്ളാഹിന്റെ ദൃഷ്ടിയിൽ നിന്ന് കൺമറയിടാൻ നമ്മൾ എന്ത് ചെയ്താലും സാധ്യമല്ല. അപ്പോൾ പിന്നെ അള്ളാഹ് നിരോധിച്ചിടത്ത് അള്ളാഹു നമ്മെ കാണാതിരിക്കണമെങ്കിൽ അതിനെന്താ മാർഗം? അവിടേക്ക് നമ്മൾ പോവാതിരിക്കുക, അള്ളാഹ് നിരോധിച്ചിടത്തേക്ക് പോകാതിരിക്കുക. അത് ഹറാമായാലും ശരി, കറാഹത്തായാലും ശരി, ഖിലാഫുൽ ഔലി ആയാലും ശരി, എന്തായാലും ശരി, അവിടേക്ക് പോകാതിരുന്നാലേ അവിടെ നമ്മളെ അള്ളാഹു കാണാതിരിക്കൂ. പോയിട്ട് അള്ളാഹ് കാണാതിരിക്കുക എന്നുള്ളത് സാധ്യമായ ഒരു സംഗതിയല്ല. വലാ യഫ്ഖദക ഹൈസു അമറക, അള്ളാഹു നിന്നോട് കൽപ്പിച്ചിടത്ത് അള്ളാഹു നിന്നെ ഇല്ലാതെയാക്കാതിരിക്കാനും നീ പ്രത്യേകം കഠിനാധ്വാനം ചെയ്യണം. അള്ളാഹ് കൽപ്പിച്ചത് ഫർളാവട്ടെ സുന്നത്താവട്ടെ, അവിടെയൊന്നും അള്ളാഹു ഒരിക്കലും നിന്നെ ഇല്ലാതെയാക്കാൻ പാടില്ല. അള്ളാഹ് നിർബന്ധമാക്കിയിടത്തും സുന്നത്താക്കിയിടത്തും നിന്നെ നോക്കുമ്പോൾ കാണാതിരിക്കുന്നൊരവസ്ഥയുണ്ടാവരുത്. അതിനെന്ത് വേണം? അവിടെയൊക്കെ നീ പോകണം. ഫർളിന്റെ അടുത്തും പോകണം, സുന്നത്തിന്റെ അടുത്തും പോകണം. വലൻ തഖ്ദിറ അലാ ദാലിക, ഒരിക്കലും നിനക്കതിന് സാധ്യമല്ല. അള്ളാഹ് നിരോധിച്ചിടത്ത് അള്ളാഹ് നിന്നെ കാണാതിരിക്കുക, അള്ളാഹ് കൽപ്പിച്ചിടത്ത് അള്ളാഹ് നിന്നെ നിർബന്ധമായും കാണുക. ഈ രണ്ട് സംഗതികൾ ഒരിക്കലും നിനക്ക് സാധ്യമല്ല. ഇല്ലാ ബി അൻ തുവസ്സിഅ ഔഖാതക, നിന്റെ സമയങ്ങളെ നീ ഡിവൈഡ് ചെയ്താലല്ലാതെ. 24 മണിക്കൂർ ഒരു ദിവസത്തിൽ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. 7 ദിവസം ഒരാഴ്ചയിൽ തന്നിട്ടുണ്ട്. ആ ദിവസങ്ങളെ, ആ മണിക്കൂറുകളെ നീ കൃത്യമായി ഓഹരി ചെയ്ത് പലതിനാക്കി മാറ്റിവെച്ചാലേ ഇത് നിന്നെ കൊണ്ട് സാധിക്കൂ. തുറത്തിബ ഔറാദക മിൻ സ്വബാഹിക ഇലാ മസായിക, പ്രഭാതം മുതൽ പ്രദോഷം വരെ നിന്റെ ദിനചര്യകളെ, ഔറാദുകൾ, സ്ഥിരമായി ചെയ്യുന്ന സുഹൃതങ്ങൾക്കാണ് ഔറാദുകൾ എന്ന് പറയുക. ഇവിടെ ഫർളും സുന്നത്തും ഒക്കെ ഇതുകൊണ്ട് ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ, അഥവാ നീ ഉറങ്ങുന്ന സമയം വരെ 24 മണിക്കൂറും നീ ചെയ്യേണ്ട മുഴുവൻ കർമ്മങ്ങൾക്കും നീ കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാക്കണം. എന്നാലേ നിനക്ക് ഈ പറയപ്പെട്ട രൂപത്തിൽ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫഅസ്ഗി ഇലാ മാ യുൽഖാ ഇലൈക മിൻ അവാമിരില്ലാഹി തആല അലൈക, ഫഅസ്ഗി, നീ കാതു കൂർപ്പിച്ച് കേൾക്കണം. ഇലാ മാ യുൽഖാ ഇലൈക, നിന്നിലേക്ക് സമർപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച്. മിൻ അവാമിരില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ. അലൈക, അള്ളാഹു നിന്നോട് കൽപ്പിച്ച കൽപ്പനകളുണ്ട്. മിൻ ഹീനി തസ്തയ്ഖിദു മിൻ മനാമിക ഇലാ വഖ്തി റുജൂഇക ഇലാ മൽജഇക, നീ ഉറക്കിൽ നിന്ന് ഉണർന്നത് മുതൽ നിന്റെ കിടപ്പ് സ്ഥാനത്തേക്ക് നീ തിരിച്ചു പോകുന്നത് വരെ, ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നീ എന്തൊക്കെ ചെയ്യണമെന്ന റബ്ബിന്റെ ഐച്ഛികവും കാർക്കശവുമായ അള്ളാഹുവിന്റെ കൽപ്പനകൾ. ആ കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ മാത്രമേ നിന്റെ സമയങ്ങളെ നിനക്ക് അവകൾക്ക് വേണ്ടി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ ദൈവിക സ്മരണയിലായി സദാസമയവും എൻ്റെ റബ്ബെന്നെ കാണുന്നുണ്ട് എന്ന ഒരു ചിന്തയിൽ നിന്റെ മനസ്സിനെ പരിമിതപ്പെടുത്തിയെടുത്ത് ഒരിക്കലും ഒരു സൽക്കർമ്മങ്ങളും നഷ്ടപ്പെടാതെ, ഒരു വിരോധിക്കപ്പെട്ടതും ചെയ്യാതെ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നിന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവകളുടെ സമയം ഏതൊക്കെയാണ് എന്ന ആ ടൈം ടേബിൾ ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതാണ് ഇനി അടുത്ത ഭാഗത്തിലൂടെ ഇമാം ഗസാലി റഹ്മഹുല്ലാഹ് പങ്കുവെക്കാൻ പോകുന്നത്. ഫസ്ലു ഫി ആദാബിൽ ഇസ്തിഖാദി മിനൻ നൗം, ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴുള്ള ചിട്ടകളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണിത്. ഫൈദസ്തയഖൽത മിൻ നൗമിക, നമ്മുടെ ഒരു ജീവിതത്തിന്റെ തുടക്കം ഉറക്കിൽ നിന്ന് ഉണർന്നത് മുതലാണല്ലോ. ഉറക്കിൽ നിന്ന് ഉണർന്നത് മുതൽ ഇനി എപ്പോഴാണ് അവസാനിക്കുക? അടുത്ത ഉറക്കിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് ഒരു അതുവരെ നമ്മുടെ ജീവിതം ഉണ്ടാകും. ആ ജീവിതത്തിന്റെ ഒരു ക്രമമാണ് രേഖപ്പെടുത്തുന്നത്. എത്ര ഭംഗിയായിട്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി വിവരിച്ചു തരുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്താനായാൽ അവനേക്കാൾ വലിയ ഭാഗ്യവാൻ വേറെ ആരുണ്ട്? ഗസാലി ഇമാം പറയാണ്, ഫൈദസ്തയഖൽത മിനൻ നൗമി, ഉറക്കിൽ നിന്ന് നീ ഉണർന്നാൽ, ഫജ്തഹിദ് അൻ തസ്തയഖില ഖബ്ല തുലൂഇൽ ഫജ്ർ, പ്രഭാതം വിടരുന്നതിന്റെ മുമ്പ് ഉണരാൻ നീ കഠിനമായി പരിശ്രമിക്കണം. സുബഹിന്റെ ബാങ്കൊക്കെ വിളിച്ച് സൂര്യനെ ഉദിച്ചതിന് ശേഷമല്ല എഴുന്നേൽക്കേണ്ടത്. സുബഹി ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ്, അതാണ് ഫജ്റിന്റെ മുമ്പ് തന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കണം. പലപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചതുപോലെ സുബഹി ഖളാ ആകുന്നതിന് മുമ്പ് എഴുന്നേൽക്കുക എന്നതല്ല ചിട്ടയൊത്ത ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം. സുബഹി ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് എഴുന്നേൽക്കാൻ ശ്രമിക്കണം. വൽയകുൻ അവ്വല മാ യജ്രി അലാ ഖൽബിക വലിസാനിക ദിക്റുല്ലാഹി തആല, നിന്റെ നാവിലും നിന്റെ മനസ്സിലും ആദ്യമായി നടക്കുന്നത് അള്ളാഹുവിന്റെ ദിക്റാവണം. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ നിന്റെ നാവ് കൊണ്ട് നീ പറയുന്ന ആദ്യത്തെ കാര്യവും നിന്റെ മനസ്സിലുണ്ടാവേണ്ടതും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയായിരിക്കണം. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? ഫഖുൽ ഇൻദ ദാലിക, ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ നീ പറയണം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ, അസ്ബഹനാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ് വൽഅളമത്തു വസുൽത്താനു ലില്ലാഹ് والعزة والقدرة لله رب العالمين أصبحنا على فطرة الإسلام
وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور اللهم إنا نسألك أن تبعثنا في هذا اليوم إلى كل خير ونعوذ بك من أن نجترح فيه سوءا أو تجره إلى مسلم أو يجره أحد إلينا نسألك خير هذا اليوم وخير ما فيه ونعوذ بك من شر هذا اليوم وشر ما فيه എന്ന് തുടങ്ങുന്ന ദിക്ർ നീ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ പറയണം. ഹബീബായ തങ്ങള് പ്രഭാതത്തിൽ തന്നെ ചൊല്ലിയിരുന്ന ദിക്ർ ഹദീസിൽ വന്നതാണ്. ഇമാം നബി റഹ്മത്തുള്ളാഹിക്ക് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം അടക്കമുള്ള പല റാവിമാരും ഈ ഹദീസിന്റെ പല ഭാഗങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നു, ആദ്യം നീ പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ, മരിപ്പിച്ചതിനു ശേഷം ഞങ്ങളെ ജീവിപ്പിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഉറക്കം എന്ന് പറയുന്നത് ഒരു മരണത്തിന്റെ സാമ്പിളാണ്. അതാണ് മരിപ്പിച്ചതിന് ശേഷം എന്ന് പറഞ്ഞത്. വഇലൈഹി നുശൂർ, തിരിച്ചു ഞങ്ങൾ പോകുന്നതും അല്ലാഹുവിലേക്ക് തന്നെയാണ്. അസ്ബഹനാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ്, അല്ലാഹു ഞങ്ങളിതാ നേരം പുറന്നിരിക്കുന്നു, എല്ലാ അധികാരവും അല്ലാഹുവിനിക്കായിരിക്കുന്നു. വൽ അളമത്തു വസുൽത്താനു ലില്ലാഹ്, ഗാംഭീര്യവും ബഹുമാനവും അധികാരവും എല്ലാം അല്ലാഹുവിനാണ്. വൽ ഇസ്സത്തു വൽ ഖുദ്റത്തു ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ കഴിവുകളും എല്ലാ പ്രതാപങ്ങളും ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ്. അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയോടുകൂടെയാണ് ഞങ്ങൾ നേരം പുലർന്നിട്ടുള്ളത്. വഅലാ കലിമത്തുൽ ഇഖ്ലാസ്, അല്ലാഹു ഏകനാണെന്ന കലിമത്ത് തൗഹീദിന്റെ മേലിലാണ്. അതാണ് കലിമത്തുൽ ഇഖ്ലാസ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉറച്ച വിശ്വാസത്തിന്റെ മേലിലാണ് അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ നേരം പുലർന്നിട്ടുള്ളത്. വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തന്ന ആ പരിശുദ്ധമായ ചര്യയിലാണ് ഞങ്ങൾ ഇവിടെ നേരം പുലർന്നിട്ടുള്ളത്. വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ, എല്ലാ തെറ്റായ സംസ്കാരങ്ങളെയും വിട്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്ന യഥാർത്ഥ വിശ്വാസിയാകുന്ന ഇബ്രാഹിം നബിയുടെ മാർഗവും പിന്തുടർന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നേരം പുലർന്നിട്ടുള്ളത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അവർ നല്ല ഒന്നാന്തരം മുസ്ലിമായിരുന്നു, അവർ മുശ്രിക്കുകളിൽ പെട്ടവരേ ആയിരുന്നില്ല. ആ ഇബ്രാഹിം നബിയുടെ മാർഗം പിന്തുടർന്നുകൊണ്ടുമാണ് ഞങ്ങൾ ഇവിടെ നേരം പുലർന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ബിക അസ്ബഹന, അല്ലാഹുവേ നിന്നെ കൊണ്ടാണ് ഞങ്ങൾ നേരം പുലർന്നത്. വബിക അംസൈന, ഞങ്ങൾ ഇനി വൈകുന്നേരത്തിൽ പ്രവേശിക്കുന്നതും നിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ്, വേറെ ആരുടെയും കരുത്തുകൊണ്ടല്ല. വബിക നഹ്യ, നിന്നെ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വബിക നമൂത്, നിന്നെ കൊണ്ടാണ് ഞങ്ങൾ മരിക്കുന്നത്. വഇലൈക നുശൂർ, ഞങ്ങൾ അവസാനം മടങ്ങുന്നത് നിന്നിലേക്ക് തന്നെയാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, തബ്അസനാ ഫീ ഹാദൽ യൗം, ഞങ്ങളുടെ ഈ ദിവസത്തിൽ ഞങ്ങളെ നീ പ്രേരിപ്പിക്കണം. ഇലാ കുല്ലി ഖൈരിൻ, എല്ലാ നന്മകളിലേക്കും ഞങ്ങളെ നീ പ്രേരിപ്പിക്കണം. അഥവാ തബ്അസ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നീ തിരിച്ചു വിടുക എന്നർത്ഥം, പുനർജീവിപ്പിക്കുക എന്നല്ല ഇവിടെ അർത്ഥം. ഞങ്ങളെ നീ എല്ലാ നന്മയിലേക്കും, ഇന്നത്തെ ദിവസം എന്തൊക്കെ നന്മ ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ നന്മയിലേക്കൊക്കെ ഞങ്ങളെ നീ തിരിച്ചു വിടണം. അല്ലാഹുവേ വനഊദു ബിക, ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു. അന്നജ്തരിഹ ഫീഹി സൂഅൻ, ഇന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും ഒരു വേണ്ടാത്തരത്തിന് ഞങ്ങൾ പ്രവർത്തിക്കലിനെ തൊട്ട്, ഔ നജുറഹു, അല്ലെങ്കിൽ ഒരു വേണ്ടാത്തരത്തിന് ഞങ്ങൾ വലിച്ചു കൊണ്ടുവരലിനെ തൊട്ട്, ഇലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിലേക്ക്, ഔ യജുറഹു, അല്ലെങ്കിൽ ഒരു വേണ്ടാത്തരത്തിനെ ഏതെങ്കിലും ഒരു വേണ്ടാത്തരത്തിനെ വലിച്ചു കൊണ്ടുവരുന്നതിന് തൊട്ട്, മഹദുൻ, ഏതെങ്കിലും ഒരാൾ, ഇലൈന, ഞങ്ങളിലേക്ക്. ഞങ്ങളെ കൊണ്ട് മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇന്നുണ്ടാവരുത്, മറ്റൊരാളെ കൊണ്ട് ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അതെല്ലാം മോശപ്പെട്ട പ്രവൃത്തിയാണ്. അതിനെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു. നസ്അലുക ഖൈറ ഹാദൽ യൗം, ഇന്നത്തെ ദിവസത്തിന്റെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഖൈറ മാ ഫീഹി, ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെ പ്രവർത്തികളാണോ നടക്കുന്നത് അതിന്റെ ഖൈർ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. വനഊദു ബിക മിൻ ശർരി ഹാദൽ യൗം, ഇന്നത്തെ ദിവസത്തിന്റെ ഷർറിനെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു. വശർരി മാ ഫീഹി, ഇന്നത്തെ ദിവസത്തിൽ നടക്കുന്ന പ്രവർത്തികൾക്ക് എന്തൊക്കെ ഷർറുകളുണ്ടോ അതിനെ തൊട്ടും ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു. ഈ ദിക്ർ രാവിലെ ഉണർന്നതിന് ശേഷം പറയൽ സുന്നത്താണ്. മഹാനായ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഈ പറയപ്പെട്ട ദിക്റിൽ ഏറെക്കുറെയൊക്കെ അവിടുത്തെ വിറുദുൽ ലത്തീഫിൽ സമാഹരിച്ചിട്ടുണ്ട്. അതൊക്കെ രാവിലെ പതിവാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നമ്മൾ എന്താണ് പറയേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങൾ രേഖപ്പെടുത്തി. ഈ ദിക്റിന്റെ മഹത്വം മഹാന്മാരെ ഇമാമിങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് പിശാച് അവന്റെ തലയുടെ അടുക്കൽ വന്നുകൊണ്ട് 3 കെട്ടുകളിടും. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പിശാച് അവന്റെ മൂർധാവിന്റെ അടുക്കൽ വന്നിട്ട് 3 കെട്ടിടും. എന്നിട്ടോ
രാത്രി മുഴുവനും ഉറക്കം ഒഴിച്ചുകൊണ്ട് പിശാച് അവിടെ കാവലിരിക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണർന്നത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണെങ്കിൽ അതിൽ ഒന്നാമത്തെ കെട്ട് അടിഞ്ഞു പോകും. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി എന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. പിശാച് മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചങ്ങലയിലെ ഒരു കുരുക്ക് അതപ്പം തന്നെ അടിഞ്ഞു പോകും. ആ മനുഷ്യൻ വുദൂ ചെയ്താൽ വുദൂ ചെയ്താൽ രണ്ടാമത്തതും അഴിഞ്ഞു പോകും, നിസ്കരിച്ചാലും മൂന്നാമത്തതും അഴിഞ്ഞു പോകും. നല്ല ഉന്മേഷവാനായി നല്ല മനസ്സോടുകൂടെ തന്നെ രാവിലെ അവന്റെ പ്രഭാതത്തെ അവന് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, അല്ല ദിക്റൊന്നുമില്ല, എന്തൊക്കെയോ പിച്ചുമയും പറഞ്ഞ് ആ മൊബൈലൊക്കെ നോക്കിയിട്ട് കുറെ കോട്ടാവിയിട്ട് കുറെ ഞെളിഞ്ഞും പിരിഞ്ഞൊക്കെയാണ് എഴുന്നേറ്റ് വരുന്നതെങ്കിൽ ഒരു ഉന്മേഷം ഉണ്ടാകൂല, ഒരു ഖൈറും ഉണ്ടാകൂല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ദിക്റൊക്കെ ചൊല്ലി വരുമ്പോൾ തന്നെ പിശാചിനെ പിടിച്ചകറ്റി നിർത്തിയിട്ട് നല്ല ഉന്മേഷത്തോടു കൂടെ എഴുന്നേറ്റ് വരാൻ സാധിക്കും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ദിക്ർ ചൊല്ലണം. നമ്മൾ ദിക്ർ ചൊല്ലി എഴുന്നേൽക്കുന്നത് മക്കൾ കാണണം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ മറ്റു സംസാരങ്ങളിൽ ഏർപ്പെടുന്നതിന് തൊട്ട് നമ്മൾ കുട്ടികളെ തടയുകയും വേണം. ചെറിയ കുട്ടികൾ എഴുന്നേറ്റ് വരുമ്പോൾ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. പറയാനുള്ള പ്രായമായിട്ടില്ലെങ്കിലും അവർ ഉറക്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അതൊരു കുട്ടിയുടെ ഭാവി നന്നാവാൻ ഒരു കാരണമാകും. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി പെരുമാറാവട്ടെ. അങ്ങനെ നീ നിന്റെ വസ്ത്രം ധരിച്ചാൽ, ഉറങ്ങാൻ ഉപയോഗിക്കുന്ന വസ്ത്രമൊക്കെ മാറ്റിയിട്ട് നീ മറ്റു വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നീ വസ്ത്രം ധരിക്കുമ്പോൾ വെറുതെ വാരി വലിച്ച് അണിയരുത്. ആ വസ്ത്രം ധരിക്കുമ്പോൾ നീ കരുതണം, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് ഞാൻ വഴിപ്പെടുകയാണ്. ഫീസത്രി ഔറത്തിക്ക, നിന്റെ ഔറത്ത് മറക്കാൻ അല്ല കൽപ്പിച്ചതല്ലേ, എന്റെ റബ്ബനോട് ഔറത്ത് മറക്കാൻ കൽപ്പിച്ചു. ആ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടുകൊണ്ടാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നത് എന്ന് നീ മനസ്സിൽ ഉറപ്പിക്കണം. വഹദർ അൻ യകൂന ഖസ്ദുക, നിന്റെ ലക്ഷ്യമാകുന്നതിന് നീ ഭയപ്പെടണം. മിൻ ലിബാസിക, നിന്റെ വസ്ത്രം കാരണം നിന്റെ ലക്ഷ്യമായി പോകരുത്. മുറാഅത്തൽ ഖൽഖി ഫതഖ്സറ, ജനങ്ങൾ കാണണം, എന്റെ വസ്ത്രത്തിന്റെ മേന്മ ആളുകൾ കാണണം, ഞാൻ നല്ല മൊഞ്ചനാകുന്നത് ആളുകൾ കാണണം എന്നൊരിക്കലും നീ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നീ തീർച്ചയായും പരാജയപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മഹുല്ലാ ഓർമ്മപ്പെടുത്തുകയാണ്, വസ്ത്രം ധരിക്കുമ്പോൾ വരെ ഇത് മറ്റുള്ളവർ കാണാനാണ് എന്ന ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ജാബിർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മറാഖിൽ ഉബൂദിയയിൽ രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ പറയപ്പെട്ടതിന്റെ അർത്ഥം, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രം മറ്റുള്ളവർ കാണുക എന്ന കേവലം ഭൗതിക ലക്ഷ്യം മാത്രമാകരുത് എന്നാണ് അതിന്റെ അർത്ഥം. അമ്മാലോ ഖസത്ത ബിലബ്സി സിയാബി വന്നഅരി വനഹവ ദാലിക അൻ യകൂന ലക തഅലീമുൻ ഇൻദൻ നാസി ഔ മഹബ്ബത്തുൻ ഇൻദൽ മശായിഖ് വൽ അഇമ്മ ലിതതമക്കന മിൻ തഅയീദ് മദ്ഹബി അഹ്ലിൽ ഹഖ് വനശ്രിൽ ഇൽമി വഹഫ്ളിൻ നാസി അലൽ ഇബാദ ലാ ലിശറഫി നഫ്സിക മിൻ ഹൈഥു ഹിയ വലാ ലിദുനിയ തനാലഹ ലസ്വാറ ദാലിക അൽഅംറു ഖൈറ വസ്വാറ ഫി ഹുക്മി അഅമാലിൽ ആഖിറ. നീ വസ്ത്രം ധരിച്ചപ്പോൾ ആളുകൾ കാണണം എന്ന് തന്നെയാണ് നീ ലക്ഷ്യം വെച്ചത്. പക്ഷെ അത് എന്തിനല്ല, ആളുകൾ കാണുമ്പോൾ നല്ല വസ്ത്രം ധരിച്ച് നല്ല ചെരുപ്പൊക്കെ ധരിച്ച് നല്ല തലപ്പാവും കെട്ടി നല്ല അത്തറം പൂശി വരുമ്പോൾ ആളുകൾക്കിടയിൽ നിനക്കൊരു സ്വീകാര്യതയുണ്ടാകും. ആ സ്വീകാര്യത നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ ക്ഷണിക്കാനും നീ പറയുന്ന മതപരമായ കാര്യങ്ങൾ അവർ അംഗീകരിക്കാനും അതൊരു കാരണമാകുമെങ്കിൽ അതിനു വേണ്ടിയാണ് ജനങ്ങൾ കാണണമെന്ന് വിചാരിച്ചതെങ്കിൽ അതൊരിക്കലും തെറ്റല്ല. അത് തീർച്ചയായും നന്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ തന്നെയാവണം എന്നിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, പണ്ഡിതന്മാരൊക്കെ ആളുകൾ കാണാൻ ആകർഷിക്കുന്ന നല്ല വസ്ത്രമാണ് ധരിക്കേണ്ടത്. വഖാല ബഅദുഹും വയംബഗി യകൂന അൽ ഉലമാ വ ത്വാലിബുൽ ഇൽമി ഫീ സമാനിനാ ഹാദാ അഹ്സന സിയാബൻ വഅഅളമ ഇമാമ വഔസഅ കമാമൻ മിനൽ ജുഹലാ. സാധാരണക്കാരെ പോലെ അറിവില്ലാത്ത ആളുകൾ വസ്ത്രം ധരിക്കുന്നത് പോലെയല്ല, നല്ല ഭംഗിയുള്ള തലപ്പാവ് കെട്ടണം, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം. കമാ ഖാല അബൂ ഹനീഫ തലിയ സ്വഹാബിഹി, അബൂ ഹനീഫ തങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറയാറുണ്ട്, അല്ലിമു അമായിമക്കും അവസ്യു അക്മാമക്കും യലാ യസ്തഖിഫു നാസു ബിൽ ഇൽമി വാഹിലിഹി, ഇൽമിന്റെ അഹിലകാരെയും ഇൽമിനെയും ജനങ്ങളെ നിസാരപ്പെടുത്താൻ കാരണമാകുന്ന വിധം നിങ്ങൾ വസ്ത്രം ധരിക്കരുത്. നിങ്ങൾ നല്ല വലിയ തലപ്പാവ് കെട്ടണം. ഇദ്ദേഹത്തിന്റെ തലപ്പാവ് കണ്ടാൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഇൽമിനോട് ആളുകൾക്ക് ബഹുമാനം തോന്നണം. ആ നിലയ്ക്കുള്ള തലപ്പാവാണ് നിങ്ങൾ അണിയേണ്ടത് എന്ന് ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ അവിടുത്തെ അനുയായികളോട് പറയാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ജാബിർ റഹ്മത്തുള്ളാഹി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞതിന് ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. നല്ല വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ നല്ല ചെരുപ്പ് ധരിക്കുക, ആളുകൾ കാണുമ്പോൾ സ്വീകാര്യത തോന്നുന്ന രൂപത്തിലുള്ള വേഷവിധാനങ്ങൾ അണിയുക എന്നുള്ളത് അത് ഇൽമിനെ ചെലവഴിക്കാനും അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യാനും ഒരു കാരണമാകാനാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വസ്ത്രം ധരിക്കേണ്ടത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അതിനെ കുറിച്ചല്ല കേവലം
ദുനിയവിയായ ആസ്വാദനത്തിന് വേണ്ടി മാത്രം, പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം ഒരിക്കലും വസ്ത്രം ധരിക്കാൻ പാടില്ല. നല്ല ഹൈറായ ഉദ്ദേശം അതിന്റെ പിന്നിൽ ഉണ്ടാകണമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. ഇന്ന് മുതലെങ്കിലും ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ഈ ദിക്റും പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ എഴുന്നേൽക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.